ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എല്ലായിടത്തും സംസാര വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, സിനിമാ ലോകമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇറ്റ്സ് എംപുരാൻ. പക്ഷേ നമുക്ക് ഈ എംപുരാന്റെ കൂടെ വരാനുള്ള രണ്ട് ട്രെയിലേഴ്സ് ഉണ്ട്, ട്രെയിലറുകൾ. അതിലൊന്ന് ലാലേട്ടൻ്റെ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അത് ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ, ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്കാന്റെ സിനിമയുടെ ട്രെയിലറാണ്. അപ്പൊ ആ ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നില്ല. ആക്ച്വലി അത് നമുക്കിങ്ങനെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 27-ാം തീയതി അന്ന് തന്നെയാണ് ഇത് റിലീസ് ചെയ്യണത്. അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിന് മുമ്പ് അങ്ങനെ റിലീസ് തരുമോ, ഐ മീൻ ട്രെയിലർ റിലീസ് ചെയ്യോ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തിയേറ്ററിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇത്തരം കാര്യങ്ങളൊന്നും കൺഫേം അല്ല. പക്ഷേ എന്നാലൊരു അനൗൺസ്മെന്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ കുറച്ചു മുമ്പ് ബസൂക്കയുടെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്, ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. ട്രെയിലർ ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബസൂക്ക എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ കാൻ ജസ്റ്റ് കീപ് കാം എന്ന് എഴുതിയിട്ടുണ്ട്. ബസൂക്ക ട്രെയിലർ ഓൺ ദ വേ, അനൗൺസ്മെന്റ് വെരി സൂൺ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അപ്പൊ ട്രെയിലർ എന്ന് വരും ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും വിചാരിക്കുന്നത് ഈ 27-ാം തീയതി എംപുരാന്റെ കൂടെ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് തിയേറ്ററിൽ കാണാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കുറെ ആളുകൾ പറയുന്നത് അതിന് മുമ്പേ ട്രെയിലർ അവർ റിലീസ് ചെയ്യും, അതിനുശേഷം അത് അവിടെ കൂടെ എന്താ പറയാ പ്രദർശിപ്പിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലും കേൾക്കുന്നുണ്ട്. എനിക്കും തോന്നുന്നത് കുറെ മുമ്പ് പറഞ്ഞിരുന്നത് 25-ാം തീയതി വരും എന്നൊക്കെ രീതിയിലൊക്കെ സംസാര വിഷയം ഉണ്ടായിരുന്നു. പിന്നെ നാളെ ഞായറാഴ്ചയാണ്, ഒരു പക്ഷേ ഞായറാഴ്ച തരുമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അനൗൺസ്മെന്റ് വെരി സൂൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അനൗൺസ്മെന്റ് വരുമായിരിക്കും, അല്ലെങ്കിൽ ട്രെയിലർ കട്ട്സോ ചെറിയ ഗ്ലിംസോ അങ്ങനെ എന്തെങ്കിലും തരുമായിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒന്നും നോക്കൂല, ഒറ്റ ഇറക്കി വിടലായിരിക്കും. കണ്ടറിയാം. പോസ്റ്റർ ദേ ഇവിടെ ഒരു ബുള്ളറ്റ് ആണോ ജാവയാണോ, ഏതാ വണ്ടി, നമുക്ക് വലിയ പിടിയില്ല. അറിയുന്ന ആൾക്കാർ കമന്റ് രേഖപ്പെടുത്തുക. അല്ല പിന്നെ അപ്പൊ എന്തായാലും അതിമ കയറിയിരിക്കുന്ന ഒരു സാധനമാണ്. ലുക്കിന്റെ കാര്യത്തിൽ എല്ലാ സമയത്തും പറയുന്ന പോലെ ഒരു രക്ഷയില്ല. ഇവിടെ ഒന്നാം എന്തെന്ന് പറയൂ, ഈ സിനിമയുടെ ഈ ഒരു ലുക്ക്, മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഈ താടിയൊക്കെ ഇങ്ങനെ അത്യാവശ്യം ലോങ് ബിയർഡൊക്കെ ആയിട്ട് കട്ട താടി എന്ന് പറയില്ല, അങ്ങനെയുള്ള ഒരു ലുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചേരും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ അത്തരത്തിലുണ്ടായിരുന്നു. അതുപോലെ മുടി കെട്ടി വെച്ചിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ 18-ാം പടി, അതിലെ ലുക്ക് ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്ന ഒരു ലുക്കാണ്. അങ്ങനെ രണ്ടും കൂടെ കൂടി ചേർന്ന ഒരു യമണ്ടൻ ലുക്ക് തന്നെയാണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. അതിലൊന്നും യാതൊരു ഡൗട്ടും നമുക്ക് വേണ്ട. പിന്നെ ഈ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നതും ഈ ജാക്കറ്റ് ടൈപ്പ് സംഭവങ്ങളും ജീൻ ടൈപ്പ് ഡ്രസ്സുകളും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ലുക്കാണ്. പിന്നെ ഈ ഒരു സ്ഥലം ഈ ബസൂക്കയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത്. ഇതിന് മുമ്പ് 2-3 പോസ്റ്റേഴ്സിലും ഉണ്ടായിരുന്നു ഈ എന്താ പറയുക ഒരു ഗാരേജ് ഫീൽ ഉള്ള ഒരു സ്ഥലം. പുള്ളിക്കാരൻ്റെ 1-2 വണ്ടികളൊക്കെ ഒരു പക്ഷേ അവിടെ ആ ഗാരേജിലൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പുള്ളിനെ ചിലപ്പോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തതോ അങ്ങനെ അറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും അവിടെ കുറെ സ്പ്ലാൻഡറും മറ്റു സംഭവങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സിനിമ പിന്നെ അറിയാലോ, ഇതൊരു ഗെയിം ത്രില്ലർ മൂവിയാണ്. അടിമുടി ഒരു പരീക്ഷണ ചിത്രമാണ്. ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിലും അത്തരത്തിൽ അനിമോഫിക്സ് അടക്കം വൈഡ് ലെങ്സും സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ബസൂക്ക മുന്നോട്ട് വരുന്നത്. പിന്നെ മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ പൊതുവെ എല്ലാവർക്കും പ്രതീക്ഷ കൂടുതലാണ്. കാരണം അറിയാം, മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും മമ്മൂക്കനെ അത് തന്നെയാണ്. കാരണം ഈ ഒരു ഏജിലും ഇത്രയും പടങ്ങൾ ചെയ്ത് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പുതിയത് എന്തെങ്കിലും പരീക്ഷിക്കുക, പുതിയത് നമുക്ക് തരിക, പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ മമ്മൂട്ടി കമ്പനി ആണെങ്കിലും ശരി, മമ്മൂക്ക ഇറ്റ്സെൽഫ് അങ്ങനെയാണെങ്കിലും ശരി, അതിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അത് പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ഇനി പുതിയ ത്രെഡ് ആണെങ്കിലും അതൊക്കെ നന്നായിട്ടൊരു പരീക്ഷണം നടത്തുന്ന ആൾ തന്നെയാണ് മമ്മൂക്ക. സോ ബസൂക്ക എന്ന് പറയുന്നത് പരീക്ഷണ ചിത്രം എന്നുള്ളതിനപ്പുറം, ഗെയിം ത്രില്ലർ എന്നതിനപ്പുറം ഒരു റോഡ് മൂവി ടൈപ്പ് കുറെ സംഭവങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഗാരേജും ഈ വണ്ടിയും അതല്ലാതെ അദ്ദേഹത്തിന്റെ ആ കാറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കും അത്തരത്തിലുള്ള ഫീല് തരുന്നുണ്ട്. എന്തായാലും ടീസറിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബൈ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു യമണ്ടൻ റോള് തന്നെ ഇതിലും നമുക്ക് തരും എന്ന് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏതിനാണ്? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ അനാവശ്യമാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഫാൻ ബേസിലെങ്കിലും ഒരു പക്ഷേ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബസൂക്കയാണോ എംപുരാനാണോ? കമന്റിൽ രേഖപ്പെടുത്തും.